നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ നിയമസഭയിൽ വളരെ വ്യക്തമായിട്ട് പ്രകടമായിട്ടുള്ള പിണറായി വി.ഡി. സതീശൻ അന്തർധാരയെക്കുറിച്ച് പറയാനാണ്. വാസ്തവത്തിൽ ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ CPM അവതരിപ്പിക്കുന്ന കള്ളക്കണക്കുകൾ, ആ കള്ളക്കണക്കുകൾക്ക് കുടലൂത്ത് നടത്തുകയാണ് വി.ഡി. സതീശൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു കണക്കുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള 3000 കോടി 2000 കോടി എന്നൊക്കെ പറയുന്ന കണക്ക്, ആ കണക്കിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് ചോദിക്കാൻ പോലും പ്രതിപക്ഷ നേതാവിന് തൻ്റെ ഇടമുണ്ടായില്ല. ശവസംസ്കാരത്തിന് 75,000 രൂപ ചെലവ് വരും എന്ന് പറയുന്ന കള്ളക്കണക്ക്, ആ കള്ളക്കണക്കാണ് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ മാനദണ്ഡങ്ങളും നയങ്ങളും അനുസരിച്ചിട്ടുള്ള കണക്ക് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും പ്രതിപക്ഷം സർക്കാരിനോട് ചോദിച്ചിട്ടില്ല. റവന്യൂ മന്ത്രിയോ മുഖ്യമന്ത്രിയോ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള കണക്കിൻ്റെ വിശദാംശങ്ങൾ നിയമസഭയിൽ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് 1471 കോടി രൂപയാണ് നൽകിയത്. എല്ലാ വർഷവും നൽകുന്ന 2 ഗഡുക്കളായിട്ട് നൽകുന്ന ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ ഈ വർഷത്തെ ആദ്യ ഗഡു 146 കോടി രൂപ ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന സഹായത്തിൻ്റെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചത് UPA സർക്കാരിൻ്റെ കാലത്താണ്. വി.ഡി. സതീശൻ അന്ന് ഉറക്കമായിരുന്നോ? വി.ഡി. സതീശന് ആ നിയമം ഉണ്ടാക്കിയതും നയമുണ്ടാക്കിയതിനെയും കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളാണോ? മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഈ കുടലൂത്ത് നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. പ്രധാനമന്ത്രി വയനാട്ടിലെത്തി, വയനാട്ടിലെ ദുരിതബാധിതരെ നേരിട്ട് കണ്ടു, അവരുടെ പ്രശ്നങ്ങൾ സഹതാപൂർവ്വം മനസ്സിലാക്കി സംസ്ഥാന സർക്കാരിനോട് വിശദമായിട്ടുള്ള കണക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. ആ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള കണക്ക് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള കണക്കല്ല നൽകിയതെങ്കിൽ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ എന്താണ് മറുപടി നൽകിയിട്ടുള്ളത്? സംസ്ഥാന സർക്കാർ ആ കാര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ എന്ത് നടപടിയെടുത്തു? ഈ കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാനത്ത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അതിനു പകരം ഇന്ന് നിയമസഭയിൽ നടന്നതൊരു പൊറാട്ട് നാടകമാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും ഭാരതീയ ജനതാ പാർട്ടിയെയും കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമീപനം, അതിനുള്ളൊരു നയം, സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ, ആ വീഴ്ചകൾ തുറന്നു കാട്ടുന്നതിന് പകരം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂട്ടുനിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും, കോൺഗ്രസിലെ ചില ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ CPMന് കുടലൂത്ത് നടത്തുകയായിരുന്നു. എന്താണ് അവർക്ക് മുഖ്യമന്ത്രിയെ ഇത്രയധികം വിധേയത്വം എന്നെനിക്കറിയില്ല. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ വസ്തുതകൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന PR എക്സസൈസ് വിഷയം. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ പിന്തുണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ആറ്റിങ്ങലിൽ CPMൻ്റെ വോട്ട് BJPയിലേക്ക് ചോർന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ
അവർ ചൂണ്ടിക്കാണിച്ചു എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ PR എക്സസൈസ് ഭൂരിപക്ഷ സമുദായത്തെ തിരികെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമമായിരുന്നു. മലപ്പുറം ജില്ലയെയും അതുപോലെ മറ്റ് ചില സമുദായങ്ങളെയും ഒക്കെ അല്പം ഇകഴ്ത്തി കാണിച്ചിട്ടാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ PR എക്സസൈസ് ചീറ്റിപ്പോയി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയാണ് ഇന്നുള്ളത്. മുഖ്യമന്ത്രി ചിരിച്ച് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യമില്ല. PR ഏജൻസിയെ വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ PR ഏജൻസി കാശല്ലാത്ത വേറെ എന്ത് സൗകര്യങ്ങളും ആനുകൂല്യങ്ങളുമാണ് സംസ്ഥാന സർക്കാർ ഈ PR ഏജൻസിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് വിശദീകരിക്കേണ്ടത്. ഞങ്ങൾ ആരെയും വെച്ചിട്ടില്ല. അപ്പോൾ ആരെയും വെക്കാതെ PR ഏജൻസി ആണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, PR ഏജൻസിയാണ് ഇന്റർവ്യൂ തരപ്പെടുത്തിയത് എന്ന് പറയുന്ന ഹിന്ദു പത്രത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിയും സർക്കാരും ആവശ്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമോ? മുഖ്യമന്ത്രി പറയാത്ത കാര്യം, ആ പറയാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ തിരികെ കയറ്റിയ ഏജൻസിക്കെതിരായിട്ട് നടപടിയെടുക്കുമോ? ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം അറിയുന്നതുവരെ പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി സമരരംഗത്തുണ്ടാകും. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രിക്ക് ഭരണത്തിൽ തുടരാനുള്ള ഒരു അധികാരവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം, ആ വികാരം പ്രകടിപ്പിക്കാനായിട്ട് ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു. സംസ്ഥാന സർക്കാർ കൊടുത്ത കണക്കിനെ കുറിച്ച് എന്തെങ്കിലും വിവരം നിങ്ങളുടെ കയ്യിലുണ്ടോ? അല്ല, നിങ്ങളുടെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലില്ല. പുറത്തു വന്നത് 75,000 രൂപ ശവസംസ്കാരത്തിന് എന്ന് പറയുന്ന കണക്കാണ്. ആ കണക്ക് മാത്രമല്ല, 1 കോടി രൂപ ബെയിലി പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തറക്കല്ല് കെട്ടാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചു. പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് താമസ സൗകര്യം ഒരുക്കാൻ 11 കോടി ചെലവഴിച്ചു. ഇതൊക്കെ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന്റെ മാനദണ്ഡങ്ങളിൽ പെടുന്നതാണോ അല്ലയോ? സംസ്ഥാന സർക്കാരിന് അറിയാം. അല്ലല്ലല്ലല്ലല്ല, ദയവ് ചെയ്ത് കേരള സർക്കാരിന് ദേശാഭിമാനിയുടെ വ്യാഖ്യാനം അതായിരിക്കും. അല്ല, ദേശാഭിമാനിയുടെ വ്യാഖ്യാനം AKG സെൻട്രലിൽ നിന്ന് പലർക്കും കിട്ടുന്നുണ്ടല്ലോ ക്യാപ്സ്യൂളുകൾ. ദേശാഭിമാനിക്കാർക്ക് മാത്രമല്ല. ഈ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് പുതിയ കാര്യമല്ല. ആ ദുരന്ത നിവാരണ ഫണ്ടിലെ മാനദണ്ഡം എന്താണെന്ന് അറിയേണ്ടവരാണ് ഉദ്യോഗസ്ഥന്മാർ. ആ മാനദണ്ഡം അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതിന് പകരം കള്ളക്കണക്കുണ്ടാക്കി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അത് മറുപടി പറയേണ്ട സമയത്ത് മറുപടി പറയും. മറുപടി കിട്ടിയിട്ടില്ല എന്നെങ്കിലും പറയട്ടെ. അല്ല, മറുപടി കിട്ടിയിട്ടില്ല. അല്ല, നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് ഉണ്ടോ? അല്ലല്ല, അഡ്വാൻസിന്റെ അല്ല, അഡ്വാൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതായത് കേന്ദ്ര സർക്കാർ ആര് പറഞ്ഞു? ആരാ പറഞ്ഞ്? ഉത്തരാഖണ്ഡിന്റെ കൊടുത്തിട്ടില്ല. നിങ്ങളാണ് ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറി. അല്ല, 3 ദിവസം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ചീഫ് സെക്രട്ടറി അവിടെ ഉണ്ടാവുമ്പോ അവിടെ കണക്ക് കിട്ടും. 1471 കോടി രൂപ കൊടുത്തു. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മാനദണ്ഡം അനുസരിച്ച് BJP സർക്കാർ ഉണ്ടാക്കിയ മാനദണ്ഡമല്ല, UPA സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ മാനദണ്ഡം. അല്ല, കണക്ക് എന്ന് കൊടുത്തു? ആദ്യം കണക്ക് സംസ്ഥാന സർക്കാർ ഈ കാര്യം വിശദീകരിക്കട്ടെ. നിയമസഭയിൽ ഇന്ന് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ഞങ്ങൾ ഇത്രാം തീയതി കണക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് ഇത്ര ദിവസമായി പറഞ്ഞോ? അത് കേൾക്കുന്നതിന് മുമ്പേ സതീശൻ ചാടിക്കറിയല്ലോ. സതീശൻ സ്പീക്കറെ പിന്തുണച്ചുകൊണ്ടാണ് സതീശൻ പ്രസംഗിച്ചത്. മുഖ്യമന്ത്രിക്ക് പോലും ഇത് പറയാനുള്ള ധൈര്യമില്ല. റവന്യൂ മന്ത്രി ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും പറയാത്ത കാര്യം നിങ്ങൾ എന്തിനാ എന്റെ വക്കാലത്ത് തെരഞ്ഞെടുപ്പിന് വരുന്നത്? CPM-ന്റെ ഏത് വാർത്താ സമ്മേളനം? വാർത്താ സമ്മേളനമല്ലല്ലോ. എത്ര അപ്പൊ പറ്റില്ലെങ്കിൽ ആ മാനദണ്ഡം തിരുത്തണമെന്ന് ആവശ്യപ്പെടണം. അതിലുള്ള ആക്ച്വൽ കണക്കാണെന്ന് നിങ്ങൾക്കറിയോ? ആക്ച്വൽ കണക്കല്ലെന്നാണല്ലോ CPM-ന്റെ നേതാക്കന്മാർ മുഴുവൻ തന്നെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞത്. ഞങ്ങളൊരു ഊഹക്കണക്ക് പറഞ്ഞതാണ്, 3 മാസത്തേക്ക് ഇങ്ങനെ ചെലവാകും എന്നൊക്കെയല്ലേ പറഞ്ഞത്.
അതുകൊണ്ട് CPM-ന്റെ ക്യാപ്സ്യൂളുകൾ വെള്ളം തൊടാതെ വിഴുങ്ങരുത് മാധ്യമപ്രവർത്തകർ. തിരിച്ച് അതിനെക്കുറിച്ച് വസ്തുതാപരമായിട്ട് അന്വേഷിക്കണം. കേന്ദ്ര സർക്കാരിന് രാജ്യത്തെ നിയമമനുസരിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ എല്ലാ സർക്കാരുകൾക്കും സാധിക്കുള്ളൂ. കേന്ദ്ര സർക്കാരിന് മാത്രമല്ല, എല്ലാ സർക്കാരുകൾക്കും. രാജ്യത്ത് ഭരണഘടനയോട് പ്രതിബദ്ധത പ്രഖ്യാപിക്കുന്ന ആളുകളല്ലേ, ഭരണഘടന അനുസൃതമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അതിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്താണ്, അതാണ് കണ്ടെത്തേണ്ടത്. എൻ്റെ സുഹൃത്തെ, നിങ്ങളുടെ തന്നെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത വെച്ചിട്ട് എന്നോട് ചോദിക്കരുത്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞെന്താണെന്നുള്ള വാക്ക്, അക്ഷരാർത്ഥത്തിലുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം അതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താ, നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ? അതും അതിനെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞത് ഇൻ എ ലൈറ്റർ വെയിൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ അർത്ഥം എന്താ? ഒരു തമാശ രൂപത്തിൽ ചോദിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ആ ഹർജി പിൻവലിക്കില്ലേ? കേന്ദ്ര സർക്കാർ അല്ല, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് 3.5 മാസക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്ന്. ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് കരിപ്പൂര് കേന്ദ്രമാക്കിയിട്ട് കള്ളക്കടത്ത് നടത്തുന്നു. അദ്ദേഹം എന്താ ഇത് റിപ്പോർട്ട് ചെയ്യാത്തത്? അദ്ദേഹം എന്ത് നടപടിയെടുത്തു? ആ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്ന പി ശശിയെ ഇപ്പോഴും സംരക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ? അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ADGP-യെ ഇപ്പോഴും മാറ്റിയിട്ടില്ലല്ലോ. ആ ചുമതലയിൽ നിന്ന് പോലും മാറ്റിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് മാറ്റാത്തത്? കസ്റ്റംസ്, ഞാൻ ചോദിക്കട്ടെ, കസ്റ്റംസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന എവിടെയാ? കസ്റ്റംസ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് കരിപ്പൂരിൽ നിന്നാണ്. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് കരിപ്പൂരിൽ നിന്നാണ് കസ്റ്റംസ് പിടിക്കുന്നത്. കസ്റ്റംസിന്റെ പോലും അതിന്റെ ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ കസ്റ്റംസിനെ വെട്ടിച്ചുകൊണ്ട് പുറത്തു പോകുന്നു. ആ കൂട്ടുനിൽക്കുന്നതിൽ, അത് കടത്താൻ കൂട്ടുനിൽക്കുന്നത് ഒരു ADGP ആവുമ്പോൾ കസ്റ്റംസിലെ പാവ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, പോലീസ് പുറത്തുനിന്ന് മാത്രമല്ല, എയർപോർട്ടുകളിൽ കേരളത്തിലെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരില്ലേ? ആ എയർപോർട്ടുകളിൽ എവിടെയൊക്കെ പഴുതുകളുണ്ട് എന്ന് കേരളത്തിലെ പോലീസുകാർക്ക് അറിയില്ലേ? ഒരു ADGP വിചാരിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ എത്ര ADGP എത്ര ചോദ്യം ചെയ്യും, എത്ര പ്രതിരോധിക്കും? ഇനി കസ്റ്റംസുകാർക്ക് എവിടെയെങ്കിലും വീഴ്ച വന്നു എന്നിരിക്കട്ടെ, അത് കസ്റ്റംസ് അന്വേഷിക്കണം. കസ്റ്റംസിന് വീഴ്ച വന്നു എന്നുള്ളത് കൊണ്ട് പുറത്ത് നടക്കുന്നതിനെ ന്യായീകരിക്കുന്നത് എനിക്കറിയില്ല അതെന്ത് മാനദണ്ഡമാണ്. അല്ല, അവർ തമ്മിൽ യോജിച്ച സ്ഥിതിയിൽ ഇനി അവർക്ക് അധികം തമ്മിൽ ചർച്ച ചെയ്ത് തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നിക്കാണും. BJP-യെ സൂചിപ്പിക്കാനല്ല, മുഖ്യമന്ത്രി കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ, കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ഈ PR എക്സസൈസിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വൃഥാവ്യായാമം. ഇങ്ങനെയുള്ള PR എക്സസൈസിൽ വീഴുന്നവരല്ല കേരളത്തിലെ ഹിന്ദു സമൂഹം എന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും തിരിച്ചറിയണം. കാരണം ശബരിമല തൊട്ട് തൃശ്ശൂർ പൂരം വരെയുള്ള നിരവധി ഹിന്ദു ആചാരങ്ങളെ മുഴുവൻ അലങ്കോലപ്പെടുത്തിയ ആളുകൾ PR എക്സസൈസിലൂടെ മുഖം മിനുക്കി കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് തിരിച്ചു കൊണ്ടുവരാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വിലപ്പോവില്ല. അല്ലാതെ കേന്ദ്ര സർക്കാരിനെ സൂചിപ്പിക്കല്ല, കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമല്ലാതെ ഒരു PR ഏജൻസി സ്വന്തമായിട്ട് ഇങ്ങനൊരു സാധനം സൃഷ്ടിച്ചു വിടുമോ? മുഖ്യമന്ത്രി പല കള്ളങ്ങളും പറയാറില്ലേ, അതിലൊരു കള്ളാണിത്. എത്രയോ കള്ളങ്ങൾ ദിവസം പറയുന്നു. മുഖ്യമന്ത്രി അങ്ങനെ ഒരു കള്ളം പറയാത്ത ഹരിശ്ചന്ദ്രനൊന്നല്ലല്ലോ. മുഖ്യമന്ത്രി ഇഷ്ടംപോലെ കള്ളങ്ങൾ തരാതരമനുസരിച്ച്, സാഹചര്യമനുസരിച്ച് നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കള്ളങ്ങളും പറയാറുണ്ട്. ജനങ്ങൾ വിശ്വസിക്കാറില്ല. നിങ്ങളെല്ലാവരും പലപ്പോഴും അത് കേട്ടിട്ട് എഴുന്നേറ്റ് പോകാറുണ്ട്.